നമസ്കാരം. നമ്മൾ പോളിടെക്നിക് ലെക്ചറിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 കുറേയധികം ഡിവിഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്സ്, ബേസിക് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ലെസൺ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലെസൺ 1 2-3 മെയിൻ ടോപ്പിക്സാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് എലമെൻറ്റ്സ്, പാരാമീറ്റേഴ്സ്, DC നെറ്റ്വർക്ക്സ്, അങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3-4 ക്ലാസ് കൊണ്ട് നമുക്കത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദർ ഈസ് ദ ഫണ്ടമെൻ്റൽ ബേസിക് തിങ്സ്. ഇതെല്ലാം തന്നെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും ബേസിക്കായുള്ള കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് കുറച്ച് പ്രോബ്ലംസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരുപാട് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. കീപ്പ് എ നോട്ട് ബുക്ക്. നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. സോ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ആ ഫ്ലോയുടെ റേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. അതിനെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്കലായിട്ട് I = dQ/dt എന്ന് നമുക്ക് പറയാം. dQ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്ലോ ഓഫ് ചാർജ് ആൻഡ് dt എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. അപ്പോൾ dQ/dt, I = dQ/dt. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ചേഞ്ചിങ് ചാർജ് Q തരാം, അതുപോലെ തന്നെ ടൈം തരാം, ദെൻ ഫൈൻഡ് ദ കറണ്ട്, അല്ലെങ്കിൽ കറണ്ടും ക്യൂവും തന്നിട്ട് ടൈം കണ്ടുപിടിക്കാം. അങ്ങനെ ആ രീതിയിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ദെൻ Q ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ഇൻ T സെക്കൻഡ്. ഒരു കണ്ടക്ടറിൽ കൂടെ T സെക്കൻഡിൽ പോകുന്ന ചാർജ്, ടോട്ടൽ ചാർജിനെയാണ് നമ്മൾ Q എന്ന് പറയുക. അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് I = Q/T എന്ന് നമുക്ക് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ dQ/dt എന്നും പറയാം, I = Q/T എന്നും എഴുതാം ജനറലൈസ് ചെയ്ത്. അപ്പോൾ ആക്ച്വലി അവിടെ ചേഞ്ചിങ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളംബ്. ഈ ക്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. ഇതൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്ത് വയ്ക്കുക. യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളംബാണ്. ആൻഡ് ഈ കൂളംബും ഇലക്ട്രോൺസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 1 കൂളംബ് = 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 1 കൂളംബ് എന്ന് പറയുന്നത് 6.24 ഈ നമ്പറും ചോദിച്ചിട്ടുള്ളതാണ്. 6.24 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പം 1 കൂളംബ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും? 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ 1 ആംബിയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 കൂളം/സെക്കൻഡ് ആണ് 1 ആംബിയർ എന്ന് പറയുന്നത്. 1 കൂളം/സെക്കൻഡ്. അപ്പോൾ ഇതിനകത്ത് -1 കൂളം അല്ലെങ്കിൽ 1 ആംബിയർ = എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. താഴെ ഓപ്ഷൻസിനകത്ത് 1 കൂളം/സെക്കൻഡ് അല്ലെങ്കിൽ പല ഓപ്ഷൻസ് വന്നിട്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ 1 കൂളംബ് = എത്ര ഇലക്ട്രോൺസ് ആണ്? 6.24 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫണ്ടമെൻ്റലായുള്ള കാര്യങ്ങളാണ്. ദെൻ വാട്ട് ഈസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അപ്പോൾ നമ്മൾ കറണ്ട് പറഞ്ഞ് അടുത്ത് നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുക. അപ്പം ഈ കറണ്ട് എന്ന് പറയുന്നതാണ് നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു വെഹിക്കിളായിട്ട് അസ്യൂം ചെയ്യാം. ഈ വെഹിക്കിളിന് ഒരു വീലുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു നോർമൽ എന്താ പറയുക, നമ്മളൊരു പ്രഷർ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ ഇതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അത് സെൽഫായിട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇത് മൂവ് ചെയ്യുക. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മളതിൻ്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. ദ വർക്ക് റിക്വയർഡ് ഈസ് സപ്ലൈഡ് ബൈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ബാറ്ററി ഓർ സിമിലർ ഡിവൈസ്. അപ്പോൾ ബാറ്ററി അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോഴ്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുക. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? വോൾട്ടാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അപ്പം EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് അറ്റ് 2 ends ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുകയാണ്, അതിന് 2 എൻഡ് ഉണ്ടെങ്കിൽ അതിനിടയിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് അറ്റ് 2 ends ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഇതൊരു കണ്ടക്ടർ എടുക്കുകയാണ്, ഇവിടെ +- 2 ടെർമിനലാണ്. ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജിനെ നമുക്ക് VAB എന്ന് നമുക്ക് പറയാം.
VAB. അപ്പോൾ VAB എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ A ആൻഡ് B ടെർമിനൽ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക. ഇപ്പോൾ രണ്ടും നമ്മൾ തിയററ്റിക്കലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിലും കൺസെപ്റ്റ് വൈസ് എന്താണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നതും EMF എന്ന് പറയുന്നതും എല്ലാം തന്നെ ഒന്നായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ VAB എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഡൺ ബൈ ചാർജ്. ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ. VAB എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ചാർജ്. ദറ്റ് ഈസ് നമ്മളൊരു ചാർജിൻ്റെ മൂവ്മെൻറ്റ് നടത്താൻ ആവശ്യമായ വർക്ക്, അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, VAB അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ദെൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വാട്ട് ഈസ് പാസീവ് എലമെൻറ്റ്, വാട്ട് ഈസ് ആക്റ്റീവ് എലമെൻറ്റ്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് പാസീവ് എലമെൻറ്റ്, എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് എലമെൻ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണത്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ പാസീവ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻ എലമെൻറ്റ് വിച്ച് റിസീവേഴ്സ് എനർജി ഓർ അബ്സോർബ് എനർജി. അപ്പോൾ എനർജീനെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക ചെയ്യുന്ന എലമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ പിന്നെ എന്താണ്, പവറിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പാസീവ് എലമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാസീവ് എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുക. ദെൻ ആക്റ്റീവ് എലമെൻറ്റ് എന്താണ്? ആൻ എലമെൻറ്റ് ദാറ്റ് സപ്ലൈസ് എനർജി, എനർജീനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്, ഒരു പർട്ടിക്കുലർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്റ്റീവ് എലമെൻറ്റ് എന്ന് പറയുക. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സ്, വോൾട്ടേജ് കറണ്ട് സോഴ്സ്, അതുപോലെ തന്നെ ജനറേറ്റേഴ്സ്, ഇലക്ട്രോണിക് ഡിവൈസ് ലൈക്ക് ട്രാൻസിസ്റ്റേഴ്സ്, ഇതിനെല്ലാം തന്നെ നമ്മൾ എന്ത് പറയാൻ പറ്റും, ആക്റ്റീവ് എലമെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ പാസീവ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്ത് വയ്ക്കുക, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതാണ് പാസീവ് എലമെൻറ്റ്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആക്റ്റീവ് എലമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ബൈലാറ്ററൽ എലമെൻറ്റ്, യൂണിലാറ്ററൽ എലമെൻറ്റ്, ഇതെല്ലാം തന്നെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കും, ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ബൈലാറ്ററൽ എലമെൻറ്റ്? ആൻ എലമെൻറ്റ് വിച്ച് കണ്ടക്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലും കറണ്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ബൈലാറ്ററൽ എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട്, ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്യാം, തിരിച്ച് ഈ ഒരു ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈലാറ്ററൽ എലമെൻറ്റ് എന്ന് പറയുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്? റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം, പ്ലസ് മൈനസ് അല്ലെങ്കിൽ മൈനസ് പ്ലസ് ആയിട്ട് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൈലാറ്ററൽ എലമെൻറ്റ് എന്ന് പറയുക. യൂണിലാറ്ററൽ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ, എലമെൻറ്റ് വിച്ച് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിലാറ്ററൽ എലമെൻറ്റ് എന്ന് പറയുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയോഡ്, ഓർത്ത് വയ്ക്കുക, ഡയോഡ്. അപ്പോൾ ഡയോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡയറക്ഷനിൽ, പോസിറ്റീവ് ടു നെഗറ്റീവ്, ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ, മറ്റേ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിലാറ്ററൽ എലമെൻറ്റ് എന്ന് നമ്മൾ പറയുക. നെക്സ്റ്റ് ഈസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മൾ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഓൾറെഡി പറഞ്ഞു പാസീവ് എലമെൻറ്റ്സിൽ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസും അറിഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യുകയാണ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോവിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ആ പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പേരാണ് റെസിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു ഒപ്പോസ് ദി കറണ്ട് ഫ്ലോ. ദെൻ എനർജി ഡെസിപ്പേറ്റഡ് അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് അവിടെ ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിന് എനർജീനെ നമ്മൾ എന്തായിട്ട് മാറ്റും, ഹീറ്റ് ആക്കിയത് ഡെസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ R, ക്യാപിറ്റൽ R എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ആൻഡ് വി നോ ആസ് പെർ ദി പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റർ, ദിസ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രോപ്പർട്ടീസ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, R ഈസ് പ്രപ്പോർഷണൽ ടു L by A. R is proportional to L by A. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യും, ദാറ്റ് ഈസ് കോൾഡ് റോ. സോ വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ, R is equal to rho L by E.
അപ്പോൾ L is the length of the conductor, A is the area of cross section of the conductor and rho is the resistivity അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ റോയുടെ പേരാണ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ റോയുടെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, റോനെ ഇവിടെ ഇട്ടുകൊണ്ട് ബാക്കിയുള്ളതിനെയും ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ്. റോ ഈസ് ഈക്വൽ ടു RA divided by L. Rho is equal to RA divided by L. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്ററിലാണ് നമ്മൾ പറയുക. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. ഇക്വേഷൻസ് ചോദിക്കാം. ഈ ഇക്വേഷൻ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസും ചോദിക്കാം. ആ പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മളുടെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയാൻ എന്താ, ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ലോഡ് ഉണ്ടാവും. ഈ സോഴ്സിനെയും ലോഡിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കണക്ഷൻ വയർ ഉണ്ടാവും. ഇതിനെയാണ് നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും, ദെൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അത് ഡിഫൈൻ ചെയ്ത് ആരാണ്, ഓംസ് ലോ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. ദറ്റ് ഈസ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഓംസ് ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് നമ്മൾ പറയുക. അപ്പോൾ A B എന്ന് പറയുന്ന രണ്ട് ടെർമിനലുകളുടെ വോൾട്ടേജ് ആണ് V ആൻഡ് R ഇസ് ദ റെസിസ്റ്റൻസ് ആൻഡ് I ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് കണ്ടക്ടർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ കണ്ടക്റ്റൻസ്? അപ്പോൾ റെസിസ്റ്റൻസ് എന്താ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്റ്റൻസ് എന്ന് പറയുക. ദറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റൻസ് ആൻഡ് ഈസ് ദ മെഷർ ഓഫ് ഈസി ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു കണ്ടക്ടർ കൂടെ എത്രത്തോളം ഈസി ആയിട്ട് കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ കഴിയും, അതിൻ്റെ ഒരു എബിലിറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ എത്രത്തോളം ഈസി ആയിട്ട് കറണ്ടിനെ ഒരു കണ്ടക്ടർ കൂടെ കടത്തിവിടാം, അതിൻ്റെ ആ ഒരു എബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദിസ് കണ്ടക്റ്റൻസ് എന്ന് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ G. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ്? യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഈസ് സീമെൻസ്, ക്യാപിറ്റൽ S അല്ലെങ്കിൽ മോ. മോ എന്ന് പറയുമ്പം അതിൻ്റെ യൂണിറ്റ് ആയിട്ട് ഈ ഓമിനെ തിരിച്ചിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. സോ സീമെൻസ് അല്ലെങ്കിൽ മോ ആണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കണ്ടക്റ്റൻസ്? G ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. G ഈസ് ഈക്വൽ ടു 1/R. ഓക്കെ, ദെൻ ആറിൻ്റെ വാല്യൂ നമുക്കിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ L/A നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ G ഈസ് ഈക്വൽ ടു 1/ρ L/A. സോ ഇതിനെ നമുക്ക് എന്തെഴുതാം, എനെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 1/ρ ഇൻറ്റു L, ഈ 1/ρനെ നമുക്ക് എന്തെഴുതാം, സിഗ്മ എന്ന് എടുക്കാം. സോ സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ G ഈസ് ഈക്വൽ ടു സിഗ്മ A/L. G ഈസ് ഈക്വൽ ടു സിഗ്മ A/L എന്ന് നമുക്ക് കിട്ടും. വാട്ട് ഈസ് സിഗ്മ? നമ്മൾ റോ പറഞ്ഞ പോലെ തന്നെ സിഗ്മ എന്താണ്? ദറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് നമുക്ക് പറയാം. സിഗ്മയുടെ പേരാണ് കണ്ടക്ടിവിറ്റി ഓർ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്ററാണ്, അല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ എന്നും നമ്മൾ പറയാറുണ്ട്. ഓം മീറ്റർ ഓർ സീമെൻസ് പെർ മീറ്റർ. അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. G ഈസ് ഈക്വൽ ടു 1/R. ദെൻ വാട്ട് ഈസ് ദ യൂണിറ്റ്? സീമെൻ or mho. Then what is conductivity? Sigma. That is sigma is equal to 1/ρ and the relation connecting conductivity and conductance G is equal to sigma A/L. What is the unit of conductivity or specific conductance? Ohm per meter or Siemens per meter. Okay. Then what is electric power? Electric power എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ഒക്കെ. പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് DC നെറ്റ്വർക്കിനെ പറ്റി മാത്രമാണ് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് പവറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വോൾട്ടേജും കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ടേമിനെയാണ് നമ്മളെന്ന് പറയുക പവർ എന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ എത്രത്തോളം അതിൻ്റെ കൺസെപ്ഷൻ, അതിൻ്റെ പവർ നമ്മൾ കൺസ്യൂം ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് കറണ്ടിനെ എത്രത്തോളം അത് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു മെഷറിനെയാണ് നമ്മുടെ ഇലക്ട്രിക് പവർ കൊണ്ട് നമ്മൾ കാണിക്കുക. സോ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് നമുക്ക് പറയാം.
സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ ഒരു നമ്മൾ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ലൈറ്റ് ഗ്ലോ ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു മോട്ടർ റൺ ചെയ്യുക, ഇതെല്ലാം തന്നെ ഒരു സ്പെസിഫിക് ടാസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പവർ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കലി നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് V ഇൻറ്റു I ആണ്. സോ വാട്ട് ഈസ് വി? വിനെ നമുക്ക് I ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇൻറ്റു I വരുമ്പോൾ I² R നമുക്ക് കിട്ടും. സോ പവറിന് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്, V ഇൻറ്റു I ഉണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഇക്വേഷനാണ് I² R. ഓക്കെ, ഇനി അതേപോലെ തന്നെ അഗെയിൻ P ഈസിക്കൽ V ഇൻറ്റു I, ഐക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു V/R, ദെൻ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ് V²/R. സോ ഇറ്റ് ഹാസ് അനദർ ഇക്വേഷൻ V²/R. അപ്പോൾ പവറിന് എത്ര ഇക്വേഷൻ പഠിച്ചു? P ഈസിക്കൽ ടു V ഇൻറ്റു I, P ഈസിക്കൽ ടു I² R, P ഈസിക്കൽ ടു V²/R. ദെൻ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, യൂഷ്വലി നമ്മൾ കൊമേഴ്ഷ്യലായിട്ടൊക്കെ നമ്മൾ കിലോ വാട്ടിലാണ് പറയുക. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് എത്ര വാട്ട്സ് ആണ്? പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. അല്ലെങ്കിൽ 1 മെഗാവാട്ട് എന്ന് പറയുന്നത് 1000 കിലോ വാട്ടാണ്. ഇതൊക്കെ ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. അപ്പോൾ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാം. വാട്ട് ഈസ് ഇലക്ട്രിക്കൽ എനർജി? It is defined as the work done by the electric power and is expressed in joule. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ വെച്ച് എത്രത്തോളം വർക്ക് നമ്മൾ ചെയ്തു, അതിൻ്റെ ഒരു റേറ്റിനെയാണ് എന്ത് പറയുക, എനർജി എന്ന് പറയുക. സിംപ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? പവർ ഇൻറ്റു ടൈം. നമ്മൾ ഓൾറെഡി പവർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ആ പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. സോ E ഈസിക്കൽ ടു പവർ ഇൻറ്റു ടൈം. ഓർത്ത് വയ്ക്കുക, എനർജിയുടെ ഇക്വേഷൻ ആണ് E ഈസിക്കൽ ടു പവർ ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് V ഇൻറ്റു I ഇൻറ്റു T. അപ്പം എത്രത്തോളം നമ്മൾ എന്ത് ചെയ്തു, ആ വർക്കിനെ നമ്മൾ എത്രത്തോളം വർക്ക് അതിന് ചെയ്യാൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എനർജി ആയിട്ട് നമ്മൾ പറയുക. E ഈസിക്കൽ ടു പവർ ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് നമ്മളിവിടെ പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അതിൻ്റെ കൂടെ ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എനർജി. ഓക്കെ, സോ എനർജിക്ക് നമുക്ക് പവർ നമ്മൾ I² R എന്നും V²/R എന്നും ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ ടൈം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജിയുടെ ഇക്വേഷൻ കിട്ടും. E ഈസിക്കൽ ടു I² RT ആൻഡ് V²/R ഇൻറ്റു T. ദെൻ 1 ജൂൾ ഈസിക്കൽ ടു, നമ്മൾ ഓൾറെഡി പറഞ്ഞു ജൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞു, ദറ്റ് ഈസ് 1 ജൂൾ ഈസിക്കൽ ടു 1 വാട്ട് സെക്കൻഡ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1 ജൂൾ ഈസിക്കൽ ടു 1 വാട്ട് സെക്കൻഡ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റിയും യൂണിറ്റും പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്തിരിക്കുകയാണ് ഓർത്ത് വയ്ക്കാൻ വേണ്ടി. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്, എനർജിയുടെ യൂണിറ്റ് ജൂൾ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. അത് സിമ്പിളായിട്ട് തോന്നും, കാരണം ഇതറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളവിടെ അതിൻ്റെ ഒരു ഈ പറഞ്ഞ 1 ജൂൾ ഈസിക്കൽ ടു ഡാഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ ആവും. 1 വാട്ട് സെക്കൻഡ് ആണ് 1 ജൂൾ എന്ന് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് പവർ ഇൻറ്റു ടൈം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് വരാം. സോ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഇവിടെ എങ്ങനെ പറയാം? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ സെഡ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് ഇഫ് ദ സെയിം കറണ്ട് ഫ്ലോ ത്രൂ ദ റെസിസ്റ്റർ ആൻഡ് ദർ ഈസ് ഓൺലി വൺ പാത്ത് ത്രൂ ദ കറണ്ട്. അപ്പോൾ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതായത് കറണ്ട് ഒരേപോലെ തന്നെ പോവുകയാണെങ്കിൽ അത് സീരീസ് ആയിരിക്കും. ഏതെങ്കിലും പോയിന്റ് വെച്ചിട്ട് കറണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? പാരലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അഗെയിൻ ഒരു പാരലൽ ബ്രാഞ്ച് വരുന്നുണ്ട്. ദെൻ അത് നേരെ പോയിട്ട് വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ട്. ദിസ് ഈസ് R1, R2, R3. സോ ഈ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ ആറിൽ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സീരീസ് ആണ്. ദെൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്തായി? പാരലൽ ബ്രാഞ്ചായി. അപ്പോൾ ഈ രീതിയിൽ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് R1, R2, R3 3 റെസിസ്റ്റൻസ് വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് കറസ്പോണ്ടിങ് വോൾട്ടേജസ് V1, V2 ആൻഡ് V3. R1, R2, R3. So RT is the total resistance and current is given here. ഇത് ഈ കറണ്ടാണ് നമ്മൾ ഈ ടോട്ടൽ റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ RT എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
അപ്പം R1 R2 R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസ് നമ്മളെന്താണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് സെയിം ആണ്, പക്ഷേ എന്താണ് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1, R2 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2, R3 V3. അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യുന്ന ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ കൂടി ഇക്വലൻ്റ് ആണ് ഈ RT എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് RT. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ RT എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3. എത്ര റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു അതെല്ലാം കൂടെ സം ചെയ്താൽ മതി, ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ എത്രത്തോളം റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ടോ അത്രയും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് RTയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് V²/RT. സോ V²/RT = V²/R1 + V²/R2 പ്ലസ്, കാരണം എന്താണ് കറണ്ട് ബട്ട് ഈസ് ദിസ് വൺ, ദിസ് ഈസ് ഈക്വൽ ടു പവർ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷനാണ് V²/RT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് V²/R1 + V²/R2 + V²/R3. സോ സിമ്പിളായിട്ട് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. നെക്സ്റ്റ് ഈസ് പാരലൽ. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്? എ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ആർ സെഡ് ടു ബി ഇൻ പാരലൽ if voltage across each resistor is same and there are as many as path for the number of resistors. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇപ്പോൾ സീരീസ് എന്ന് പറയുന്നത് കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യും. പാരലൽ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഡിവൈഡ് ചെയ്യും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, R1 R2 R3 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് വന്നിട്ട് I1 I2 I3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. സോ R1 R2 R3 ആർ ഇൻ പാരലൽ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? ഇത് മൂന്നിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ്. അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമാണ് ഇതിൻ്റെ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. I = വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് E/RT. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ RT എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. RT എന്ന് പറയുന്നത് എന്താണ്? 3 റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ആ പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. വെൻ റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടോട്ടൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ പാരലായിട്ട് എത്രത്തോളം റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും താഴെയായിരിക്കും. അതായത് RT എന്ന് പറയുന്നത് R/N ആണ്. R എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്, N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RT കിട്ടും. സോ RT എന്ന് പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ മീൻസ് total resistance gets reduced. ഇനി ഹൗ ടു കാൽക്കുലേറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ്. സോ ഇതിനെ നമുക്ക് ഈ രീതിയിലാണ് 1/RT = 1/R1 + 1/R2 + 1/R3 അങ്ങനെ പ്ലസ് എക്സെട്ര. എത്രത്തോളം നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നോ അത്രയും ഈ ഒരു കോമ്പിനേഷൻ ആണ് വരിക. കാരണം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ടോട്ടൽ റെസിസ്റ്റൻസ് റെഡ്യൂസ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മൾട്ടി പാരലൽ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് നമ്മൾ സോൾവ് ചെയ്യുക അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 റെസിസ്റ്റൻസ് സിമ്പിളായിട്ട് നമ്മൾ 2 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് I ഇവിടെ വരുന്നുണ്ട്. ഈ I നേരെ ഇവിടെ വന്നിട്ട് I1 ആയിട്ടും I2 ആയിട്ടും ഡിവൈഡ് ചെയ്ത് വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RT = നമുക്ക് എന്താണ് 2 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 1/R1 + 1/R2. അപ്പോൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ? പ്രൊഡക്റ്റ് ബൈ സം. ഇതാണ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, പ്രൊഡക്റ്റ് ബൈ സം. സോ R1 R2 / R1 + R2 പ്രൊഡക്റ്റ് ബൈ സം ആ ഒരു രീതിയിലെടുക്കുക. അപ്പോൾ R1 R2 തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ R1 R2 പ്രൊഡക്റ്റ് / R1 + R2. ദെൻ നമുക്കറിയാം കറണ്ട് ബ്രാഞ്ച് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I × RT എന്നാണ്. സോ I × ഈ RT എന്ന് പറയുന്നത് എന്താണ്? R1 R2 / R1 + R2 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിലെ കറണ്ട് ദറ്റ് ഈസ് I1 = വോൾട്ടേജ് സെയിം ആയിരിക്കുമല്ലോ, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് സെയിം ആണല്ലോ. സോ E / R1. സോ E / R1 എന്ന് പറയുമ്പോൾ എന്താണ്? ഈയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു. I × R1 R2 / R1 + R2 × 1/R1. ഈ R1 ആൻഡ് R1 ഗെറ്റിംഗ് ക്യാൻസൽഡ്. ബാക്കി എന്ത് കിട്ടും നമുക്ക്? I × R2 / R1 + R2.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഈ ഒരു റൂൾ ഇതിനെ നമുക്കൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുക. അതായത് നമുക്ക് പാരലൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ റൂൾ ഓർത്ത് വയ്ക്കാം. I1 ഈസ് ഈക്വൽ ടു, അപ്പം ഫസ്റ്റ് ബ്രാഞ്ചിലെ കറണ്ട് I1 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് നമുക്കറിയാം, ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഏതാണ്, R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ സം R1 പ്ലസ് R2. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വാട്ട് ഈസ് I2 ഹിയർ, I2 ഈസ് ഈക്വൽ ടു, ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം I2 സെക്കൻഡ് ബ്രാഞ്ചിലെ കറണ്ട് I2 ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഏതാണ് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്രാഞ്ച് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ റെസിസ്റ്റൻസ് ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. സോ I2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് നമ്മൾ പറയുക. സോ കറണ്ട് ഇൻ വൺ ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ സം ഓഫ് ടു റെസിസ്റ്റൻസ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പാരലൽ ബ്രാഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങൾ പ്രോബ്ലം തരികയാണെങ്കിൽ പാരലൽ കണക്ഷൻ മാത്രമായിരിക്കത്തില്ല, സീരീസും പാരലും കൂടെയുള്ള കോമ്പിനേഷൻ ആയിരിക്കും തരിക. എന്നിട്ട് അതിൻ്റെ കറണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. എ റെസിസ്റ്റർ ഓഫ് 5 ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് 6 ohm ആൻഡ് 3 ohm. Find the supply current taken from 35 volt DC. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ കാണുക. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് പറയുന്നത് 75 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഇത് മാക്സിമം തിയറി ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് പ്രോബ്ലംസിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഫിഗർ തരണമെന്നില്ല, നിങ്ങൾ ആ പ്രോബ്ലം വെച്ചിട്ട് റഫായിട്ട് ഫിഗർ പെട്ടെന്ന് തന്നെ വരയ്ക്കുക. അപ്പം ഇവിടെ 5 ohm സീരീസ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ohm 3 ohm എന്താണ് പാരലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇതിന് അക്രോസ് ആയിട്ട് എത്രയാണ് 35 volt കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ പാരലൽ കോമ്പിനേഷന് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് പാരലൽ കോമ്പിനേഷൻ RP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, R1 R2 ദാറ്റ് ഈസ് 3 into 6 divided by 3 plus 6 that is equal to that is equal to 2 ohm നമുക്ക് കിട്ടും. അപ്പോൾ 3 into 6 equal to 18, 3 plus 6 equal to 9. സോ ടോട്ടൽ 9 into 2 എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണ്. സോ 2 ohm നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താ, ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇതിനെ റെഡ്യൂസ് ചെയ്തു, പാരലൽ കോമ്പിനേഷൻ റെഡ്യൂസ് ചെയ്തു. എത്രയാണ് വന്നത്, 2 ohm എന്ന് കിട്ടി. അടുത്ത് ആരിവിടെ ഉണ്ട്, ഒരു 5 ohm ഉണ്ട്, 5 ohm എന്ന് കിട്ടി. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്, RT ഈസ് ഈക്വൽ ടു, ഇതിപ്പോൾ സീരീസ് ആയി, സോ ദിസ് വിൽ ബി 7 ohm എന്ന് കിട്ടി. ദെൻ വാട്ട് ഈസ് ദ കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് ഈസ് ഈക്വൽ ടു V/R ദാറ്റ് ഈസ് 35 ഡിവൈഡഡ് ബൈ RT എന്ന് പറയുന്നത് 7. ഇപ്പോൾ എത്രയാണ് 5 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഡിഫിക്കൽട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നു അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ലെസൺ 1 ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ലെസൺ 2 നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ പവർ ആൻഡ് എനർജിയുടെ പ്രോബ്ലംസും ഒക്കെ നമ്മൾ ലെസൺ 2 നോക്കാം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PSCയുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക്